ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ പിടിച്ചു നിർത്താൻ കാലാകാലങ്ങളിൽ സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കേരളം പോലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ജനന നിരക്കിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്ഥിതി വിവര കണക്ക് പ്രകാരമാണ് ഈ റിപ്പോർട്ട്. ആകെ ജനന നിരക്ക്, അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ജനസംഖ്യ സ്ഥിരത നിലനിർത്താൻ വേണ്ട പരിധിക്കും താഴെ എത്തിയതായാണ് റിപ്പോർട്ട്. എന്താണ് ആകെ ജനന നിരക്ക്? ഒരു സ്ത്രീ പ്രസവിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ ശരാശരി എണ്ണത്തെയാണ് ആകെ ജനന നിരക്കായി രേഖപ്പെടുത്തുന്നത്. ഈ കണക്ക് പ്രകാരം ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമായ തോതിനേക്കാൾ വളരെ കുറവാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ജനന നിരക്ക്. 1950 ഒരു സ്ത്രീ ശരാശരി 6 കുട്ടികൾക്കാണ് ജന്മം നൽകിയത്. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ 360 ദശലക്ഷമായിരുന്നു. 2023 ചൈനയെ പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറി. നിലവിൽ 145 കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. അതിനിടെയാണ് പുതിയ റിപ്പോർട്ട് വരുന്നത്. ഇന്ത്യയിലെ മൊത്തം ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. ദേശീയതലത്തിൽ ജനന നിരക്ക് ജനസംഖ്യാ സ്ഥിരത ഉറപ്പാക്കുന്ന 2.1 എന്ന മാനദണ്ഡത്തിനും താഴെയാണ്. ജനന നിരക്ക് വീണ്ടും 2.1 ഉയർന്നില്ലെങ്കിൽ ഭാവിയിൽ ജനസംഖ്യയിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. 2.9 ബീഹാറിലെ ജനന നിരക്ക്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജനന നിരക്കാണിത്. തൊട്ട് പിന്നിൽ യഥാക്രമം 2.6, 2.4 എന്നിങ്ങനെ ജനന നിരക്കുമായി ഉത്തർപ്രദേശും മധ്യപ്രദേശുമുണ്ട്. ഡൽഹിയിലാണ് രാജ്യത്തെ ഏറ്റവും കുറവ് ജനന നിരക്ക്, 1.2. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ 1.3 ആണ് ജനന നിരക്ക്. അതിനിടെ റിപ്പോർട്ടിൽ ആശങ്ക രേഖപ്പെടുത്തി ശതകോടീശ്വരൻ ഇലോൺ മസ്ക് എത്തി. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയവയുടെ സിഇഒയുമായ ടെക് ശതകോടീശ്വരൻ മസ്ക് ലോകമെമ്പാടുമുള്ള ജനസംഖ്യാ പ്രവണതകളിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയും നിരന്തരം ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ത്യയിലെ ജനന നിരക്ക് ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിയിലും താഴെയായി. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയവരിൽ ജനന നിരക്ക് വർഷങ്ങൾക്ക് മുൻപേ ഈ നിലയ്ക്കും താഴെയായി എന്ന് മസ്ക് എക്സിൽ കുറിച്ചു. ജപ്പാൻ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ ജനന നിരക്ക് കുറയുന്നതിനെ കുറിച്ച് മസ്ക് ആശങ്കയോടെയാണ് പ്രതികരിച്ചത്. ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണിതെന്നും മസ്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. സിംഗപ്പൂർ ഉൾപ്പെടെ പല രാജ്യങ്ങളും ജനസംഖ്യാ ശോഷണം മൂലം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണെന്നും മസ്ക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനന നിരക്ക് കുറഞ്ഞ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളോട് ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒന്നിലധികം കുട്ടികളുള്ള തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് മസ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തെ ജനസംഖ്യ കൂടുതലാണ് എന്നാണ് ഭൂരിഭാഗം പേരും കരുതുന്നതെന്നും എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്നും മസ്ക് പറയുന്നു.